തിരിച്ചടി അപ്രതീക്ഷിതവും അതീവ ഗുരുതരമെന്ന് വിലയിരുത്തി PB. സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തി CPM പോളിറ്റ് ബ്യൂറോ. ഇടതുപക്ഷത്തിന് കേരളത്തിലുണ്ടായ അപ്രതീക്ഷിതമായ തിരിച്ചടി അതീവ ഗൗരവകരമായി കാണുന്നുവെന്ന് PB യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കി. മികച്ച പ്രവർത്തനം നടത്തിയിട്ടും കേരളത്തിൽ നേരിട്ട തിരിച്ചടിയുടെ കാരണങ്ങൾ പാർട്ടി ഗൗരവമായി പരിശോധിക്കുമെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കാൻ കേന്ദ്രം ശ്രമിച്ചതും BJP 3 സീറ്റുകൾ നേടിയതും നിസ്സാരമായി കാണാനാകില്ല. പശ്ചിമബംഗാളിൽ കേന്ദ്ര ഏജൻസികളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് BJP നേട്ടമുണ്ടാക്കിയതെന്നും അദ്ദേഹം വിമർശിച്ചു. ബംഗാളിലെ SIRൽ അട്ടിമറി നടന്നെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിനെ സ്പെഷ്യൽ ഇന്റൻസീവ് റിമൂവൽ എന്നാണ് വിശേഷിപ്പിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഇതാദ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യ പ്രതികരണം നടത്തുകയുണ്ടായി. ചിരിച്ചുകൊണ്ട് പിന്നെ കാണാമെന്നായിരുന്നു പിണറായിയുടെ മറുപടി. ദില്ലിയിൽ ചേർന്ന CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുകയാണ് പിണറായി ആദ്യമായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. ഇതിനിടെ പലകുറി മാധ്യമപ്രവർത്തകർ വിവിധ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിലും ഒരക്ഷരം പറയാതെ നടന്നു നീങ്ങുകയായിരുന്നു. പിണറായിക്കൊപ്പം PB യോഗത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങവേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മാധ്യമങ്ങളോട് പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ അഭിപ്രായം പങ്കിട്ടു. പ്രതിപക്ഷ നേതാവിന്റെ കാര്യം കേരളത്തിൽ തീരുമാനിക്കുമെന്നാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. 2 ദിവസം ദില്ലിയിൽ ചേർന്ന PB യോഗത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവി അടക്കം വിശദമായി ചർച്ചയായി. അതേസമയം കേരളം, അസം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പാർട്ടി ആഴത്തിൽ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് പാർട്ടി പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. തിരിച്ചടിക്ക് കാരണമായ പോരായ്മകൾ തിരിച്ചറിയുന്നതിനായി വരും ദിവസങ്ങളിൽ ആഴത്തിലുള്ള അവലോകനം നടത്തും. എല്ലാ പാർട്ടി അംഗങ്ങളുടെയും അഭ്യുദയകാംക്ഷികളുടെയും അഭിപ്രായങ്ങൾ പരിഗണിക്കും. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനായി ആവശ്യമായ തിരുത്തൽ നടപടികളും നവീകരണവും നടപ്പിലാക്കുമെന്നും MA ബേബി പറഞ്ഞു. 10 വർഷത്തെ തുടർച്ചയായ ഭരണത്തിനു ശേഷം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടി നേരിട്ടു. ആദ്യമായി 3 സീറ്റുകൾ നേടാൻ BJPക്ക് സാധിച്ചുവെന്നത് ഗുരുതരമായ വെല്ലുവിളിയാണ്. CPIMനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും നുണപ്രചരണങ്ങൾ നടത്തുന്നതുമായ കോൺഗ്രസിന്റെ നിലപാടുകളും വർഗീയ ശക്തികളോടുള്ള അവരുടെ മൃദു സമീപനവും കേരളത്തിൽ BJPയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. തിരിച്ചടി നേരിട്ടെങ്കിലും 37.6% വോട്ട് വിഹിതം നേടാൻ LDFന് സാധിച്ചു എന്നത് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയെ തെളിയിക്കുന്നതാണ്. സംസ്ഥാനത്തെ വർഗീയ ശക്തികളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിനും സമൂഹത്തിന്റെ മതേതര ജനാധിപത്യ സ്വഭാവം സംരക്ഷിക്കുന്നതിനും പാർട്ടി മുൻപന്തിയിലുണ്ടാകും. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിനും ജനങ്ങളുടെ ഉപജീവനത്തിനും ജനാധിപത്യ അവകാശങ്ങൾക്കും നേരെയുള്ള ഏതൊരാക്രമണത്തെയും ചെറുക്കുന്നതിനും പാർട്ടി തുടർന്നും പ്രവർത്തിക്കും. പശ്ചിമബംഗാളിലെ BJPയുടെ വിജയവും ഗൗരവതരമാണ്. വർഗീയവും വിദ്വേഷവും നിറഞ്ഞുമായ പ്രചാരണങ്ങൾ, വൻതോതിൽ പണമൊഴുക്കൽ, കേന്ദ്ര ഏജൻസികളുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ദുരുപയോഗം എന്നിവയിലൂടെ നേടിയതാണ് ഈ ഫലം. അഴിമതി നിറഞ്ഞതും സ്വേച്ഛാധിപത്യപരമായ തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെതിരെയുള്ള ശക്തമായ ജനവികാരം BJPക്ക് ഗുണകരമായി. അസമിൽ BJP ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വീണ്ടും അധികാരത്തിൽ വന്നതിനൊപ്പം ഹിന്ദുത്വ വർഗീയ വലതുപക്ഷ ശക്തികളുടെ ആധിപത്യം ഗൗരവമായി ചർച്ച ചെയ്യും. പുതുച്ചേരിയിൽ NR കോൺഗ്രസുമായി ചേർന്നുള്ള BJP സഖ്യവും വിജയിച്ചു. തമിഴ്നാട്ടിലെ ഗവർണറുടെ ഓഫീസ് ഉപയോഗപ്പെടുത്തി BJP സഖ്യകക്ഷികളും തെരഞ്ഞെടുപ്പ് വിധി അട്ടിമറിക്കാൻ ശ്രമിച്ചു. ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVKയുടെ സർക്കാർ രൂപീകരണം തടയാൻ പരമാവധി ശ്രമിച്ചു. മതേതര ജനാധിപത്യ ഭരണഘടനാ തത്വങ്ങൾ സംരക്ഷിക്കുന്നതിനായി CPIMും CPIയും VCKയും TVK നേതൃത്വത്തിലുള്ള സർക്കാരിന് പിന്തുണ നൽകാൻ തീരുമാനിച്ചു. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനും നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാനും TVKയുടെ സർക്കാരിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തില്ല. കേരളത്തിൽ തന്നെ അതിൽ തീരുമാനമെടുക്കുമെന്നും MA ബേബി പറഞ്ഞു.